ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി കർത്താവ് നമുക്ക് സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗം നൽകുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ തിരുവചനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കേട്ടതും. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ധ്യാനിക്കുകയും ചെയ്യാം. ഇതിൻ്റെ വ്യാഖ്യാന ചിന്തകളിലേക്കാട്ടിലും ഉപരിയായിട്ട് ഇതിൻ്റെ വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ അധികം എളുപ്പമായി പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകമായി 7-ാം അധ്യായത്തിൽ ആദ്യം നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കപടനാട്യക്കാരായിട്ട് ജീവിക്കാതിരിക്കുവാൻ വേണ്ട ഒരു ഉദാഹരണമാണ് കർത്താവ് നൽകുക. കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, നമ്മളോട് പ്രവർത്തിക്കുവാനായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ഇന്ന് കാണുക. ഈ ഉദാഹരണം നൽകിക്കൊണ്ടാണ് ഒരു കണ്ണിൽ കരടും അല്ലെങ്കിൽ തടി കഷ്ണത്തിൻ്റെയും ഒക്കെ ഉദാഹരണം നൽകിക്കൊണ്ടാണ് കർത്താവ് സൂചന നൽകുക. പക്ഷെ എന്തിനെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്? വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും വിധിക്കപ്പെടും എന്നുള്ള കാര്യത്തിലാണ് ഇങ്ങനെയൊരു സൂചന നൽകുക. അപ്പോൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എളുപ്പ വഴിയിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിധിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ആരെയും വിധിക്കരുത്. കാരണം ഒരു വിധിയുടെ അവസ്ഥയോ അല്ലെങ്കിൽ ഒരു വിധിയുടെ മുൻപേ അയാൾ കടന്നു പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അയാൾ കടന്നു പോകുന്ന സാഹചര്യമോ നമുക്കറിയാതെ പോകും. ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല എന്താണ് ശരിക്കുമുള്ള സത്യമെന്ന്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ വിധിവാചകം മുഴക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ ആ വിധിയുടെ അളവിൽ തന്നെ നമ്മളും വിധിക്കപ്പെടും എന്നുള്ളൊരു സൂചന നൽകുകയാണ് കർത്താവ്. അപ്പം വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വിധിക്കാതിരിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് വിധിക്കാതിരിക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കും നമ്മൾ എങ്ങനെ വിധിക്കാതിരിക്കും എന്നുള്ളൊരു ചിന്ത. അപ്പം ഏത് കാര്യത്തിലും അല്ലെങ്കിൽ ഏത് അവസരത്തിലും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത അല്ലെങ്കിൽ ഒരു അവസ്ഥ കാണുമ്പോൾ, ഒരു സാഹചര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തയായിരിക്കണം ശരി എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ഓർക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കുന്നതാണ് ശരി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയും വിചാരിക്കുകയും ചെയ്യരുത്. അങ്ങനെ വിചാരിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും ശരി എന്ന് സ്ഥാപിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ നമുക്ക് പലരോട് പറയേണ്ടി വരും, അവർ നമ്മളിൽ വിശ്വസിക്കേണ്ടി വരും, അതെല്ലാം കള്ളത്തരമായി മാറിപ്പോകും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊരു അവസരത്തിലും നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ഉയരുന്ന ചിന്ത അതാണ് സത്യം എന്നുള്ള ഒരു കാര്യം സത്യം എന്നുള്ളൊരു കാര്യം വിചാരിക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലെ പറയുന്ന എല്ലാ കാര്യവും ശരിയല്ല എന്ന് കാണിക്കാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ടിലൊരു അപ്പച്ചനിരിപ്പുണ്ട്. അപ്പച്ചനോട് ചോദിക്കുക, അപ്പച്ച 1 മുതൽ 10 വരെയുള്ള അക്കങ്ങളിൽ ഒരു അക്കം മനസ്സിൽ ഓർക്കാൻ പറയും. അപ്പച്ചൻ പറഞ്ഞു ഓർത്തച്ചാന്ന് പറഞ്ഞു. ഓർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയും അപ്പച്ചൻ ഓർത്ത അക്കം 6 പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറയും 6 അല്ല അച്ഛാ 1 ഞാൻ ഓർത്തേന്ന് പറയും. അപ്പം ഞാൻ ചിന്തിച്ചത് തെറ്റായിപ്പോയി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിച്ചത് തെറ്റായിപ്പോയി. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നോട് പറയുക, അച്ഛൻ ഓർത്തോ 1 മുതൽ 10 വരെയുള്ള അക്കം ഏതെങ്കിലും ഒന്ന്? ഞാൻ ഒന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുക എന്നോട്, അച്ഛൻ ഓർത്തത് 9 അല്ലേ? ഞാൻ പറയും അല്ല, ഞാൻ ഓർത്തത് 5 കാരണം ഒരാളോ തൻ്റെ താൻ ചിന്തിക്കുന്ന രീതിയോ അല്ലെങ്കിൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളോ കൃത്യമായി മറ്റുള്ളൊരു മനുഷ്യന് മനസ്സിലാക്കണം എന്നുള്ളൊരു അവസ്ഥയില്ല അല്ലെങ്കിൽ അവസരമില്ല. അപ്പം അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വിധിവാചകം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കണം, സത്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. അപ്പം അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഉദാഹരണം തരിക, കണ്ണിലെ കരടും അതോടൊപ്പം തന്നെ തടിക്കഷ്ണം. എന്തുകൊണ്ടാണ് ഈ കണ്ണിൽ തടിക്കഷ്ണവും കരടും എന്ന് പറയുന്നത്? തടിക്കഷ്ണം കണ്ണിൽ കയറുമോ തടിക്കഷ്ണം? അങ്ങനെ വല്ല കണ്ണും ഉണ്ടെങ്കിൽ ഞാൻ നമിച്ചു. തടിക്കഷ്ണത്തെക്കാട്ടിലും വലിയത് കയറുമെന്നല്ലേ? ഈ തടിക്കഷ്ണം നമ്മുടെ കണ്ണിലുള്ളപ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ കരടെടുത്ത് മാറ്റും എന്നാണ് സൂചിപ്പിക്കുക. അപ്പം അത് സൂചിപ്പിക്കുന്നത് ഒരു കരടിൻ്റെ ഏറ്റവും വലിയ
മൂർധഭാവമാണ്, ഏറ്റവും വലിയ സൈസാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് മറ്റുള്ളവൻ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി 10 മടങ്ങായി 10 ഇരട്ടിയായി വലിയ കാര്യങ്ങൾ തെറ്റിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്രമാത്രം തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു മനുഷ്യനെ ഒരു കരട് പോലെയോ അല്ലെങ്കിൽ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് നമ്മൾ വിധിക്കും എന്നുള്ള സൂചനയാണ് നൽകുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാരം അധികമായിരിക്കെ മറ്റുള്ളവൻ്റെ ഭാരം കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഭാരം കൊണ്ട് മറ്റുള്ളവനെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അന്ധന് നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അന്ന് ചെന്ന് വല്ല വെള്ളച്ചാട്ടത്തിലേക്ക് പോയി വീഴും. അപ്പം അത് വീഴ്ചയിലാക്കിയാണ് ചെന്നെത്തുക. അപ്പോൾ ഈ കണ്ണിലേക്ക് കരടും അതോടൊപ്പം തന്നെ തടി കഷ്ണവും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നീ എത്രമാത്രം മറ്റുള്ളവനെ ശരിയാക്കാനായിട്ട് നിന്റെ കണ്ണിൽ കരടുള്ളപ്പോൾ നീ മറ്റുള്ളവനെ ശരിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വീഴ്ചയിലേക്കായിരിക്കും പോകുക. ആ വീഴ്ചയായിരിക്കും നിനക്കെതിരെ മുഴക്കുന്ന വിധിവാചകം. അപ്പം നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിരന്തരമായി എപ്പോഴും നമ്മുടെ ഒരു മനുഷ്യ പ്രലോഭനമാണ് അല്ലെങ്കിൽ ബലഹീനതയാണ് നമ്മളെ ഏതൊരു അവസരത്തിലും ആയിരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറയുകയും മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു, അല്ലേ? 2 പേര് കൂടിയ മൂന്നാമനെ കുറിച്ച് ആയിരിക്കും നമ്മുടെ വർത്താനം. അപ്പം നേരെ മറിച്ച് മൂന്നാമതിനെ കുറിച്ച് വർത്താനം പറയാതെ അവരുള്ളപ്പം പറയുവാൻ സാധിക്കുമെങ്കിൽ എത്രമാത്രം ധൈര്യം വേണം. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ ചിന്തയും പ്രവൃത്തിയും വാക്കുമൊക്കെ ഒരു മനുഷ്യരെ തടസ്സപ്പെടുത്തുന്നതോ ഒരു മനുഷ്യന് വേദന കൊണ്ടുവരുന്നതോ ആകരുത്. നേരെ മറിച്ച് നേരിട്ടുള്ള സംസാര ഭാഷണമായിരിക്കണം. അപ്പം കുറ്റം പറയാതെ, കുറ്റം വിധിക്കാതെ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ ദിവസം, ഇന്ന് പ്രഭാതം മുതൽ പ്രഘോഷം വരെ നമുക്ക് ചിന്തിക്കാം, നമ്മളെ തന്നെ ധ്യാനിക്കാം. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടോ അല്ലെങ്കിൽ കുറ്റം പറയാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശ്രമിക്കാം. ആ അനുഗ്രഹത്തിനും ആ അവസരത്തിനും വേണ്ടി തമ്പുരാനോട് യാചിച്ച് ഈ പരിശുദ്ധ ബലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.